കനത്ത മഴയെ തുടർന്ന് കുറ്റാലം വെള്ളച്ചാട്ടവും അടച്ചു. ജലപാതയിൽ നീരൊഴുക്ക് ശക്തമായ തുടർന്നാണ് നടപടി. വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, ഈ കുറ്റാലം വെള്ളച്ചാട്ടമൊക്കെ അടച്ചിരിക്കുന്നു, എന്താണ് പുതിയ വിവരങ്ങൾ? ഇതിൽ ജലപാതത്തിൽ അതിശക്തമായി പെട്ടെന്നുള്ള ഒരു നീരൊഴുക്കിനെ തുടർന്ന് അവിടെ ഒരു കുടുംബത്തിലെ 2 പേർ മരിക്കുകയും 3 പേർ പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് നീരൊഴുക്ക് ശക്തിപ്പെട്ടതിനെ തുടർന്ന് ഇക്കുറി ഇത് ജലപാതം ഇപ്പോൾ അടച്ചിരിക്കുന്നത്. അവിടെ വിനോദസഞ്ചാരികളെ കടത്തിവിടുന്നില്ല. മറ്റുള്ള കുറ്റാലത്തിൽ തന്നെ ഫയർഫോഴ്സ്, ഓൾഡ് കുറ്റാലം തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഇതിപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം നമ്മുടെ കൊല്ലം ജില്ലയുടെ അതിർത്തി കൂടിയായിട്ടുള്ള പാലരുവി കേരളത്തിന്റെ പാലരുവി ജലപാതവും ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആരും കടത്തിവിടുന്നില്ല. ഈ ആര്യങ്കാവ് ആറോ ജംഗ്ഷൻ, തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് ആറോ ജംഗ്ഷൻ സമീപം റോഡിലേക്ക് മരം കടപുഴുകി വീണു. അതിപ്പോൾ ഗതാഗതം സ്തംഭിച്ചു. പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. അവിടെ ബസ് സ്റ്റാൻഡ് വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിലേക്കാണ് മരം കടപുഴുകി വീണത്. ആ സമയത്ത് അതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർ മഴയായതുകൊണ്ട് തന്നെയാണ് അകത്തോട് കയറി നിന്നത്. പൊടുന്നനെ ഈ മരം വീഴുന്നത് കണ്ട് അവർ ഇറങ്ങി ഓടിയതിനാൽ അവിടെ ഒരു അപകടം ഒഴിവാവുകയായിരുന്നു. മങ്ങാട് സ്കൂൾ വിട്ട് കുട്ടികളുമായി വരുന്ന സ്വകാര്യ സ്കൂൾ ബസിന്റെ മുകളിലേക്ക് മരം കടപുഴുകി വീണു. അതും കുട്ടികൾക്ക് ആർക്കും പരിക്കില്ല. അവരും അപകടമില്ലാതെ രക്ഷപ്പെട്ടു. അതേസമയം തെന്മല ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇപ്പോൾ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. വനത്തിനുള്ളിലും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി ഇപ്പോൾ ഈ തെന്മല ഡാമിലേക്ക് റിസർവറിലേക്കുള്ള നീരൊഴുക്ക് സംബന്ധിച്ച് ഇപ്പോൾ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കൊല്ലം ജില്ലയിലെ 5 നദികളിലും ഇപ്പോൾ ജലം നല്ല നിലയിൽ നീരൊഴുക്ക് ആയിട്ടുണ്ട്. അതേസമയം അപകടകരമായ വിധം ഒരു ആറിലും ഇതിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.